ഗൈസ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഓപ്പോ നമ്മുടെ ഫൈൻഡ് എക്സ് 9 എടുക്കണോ അതുപോലെ തന്നെ നമ്മുടെ OnePlus 15 എടുക്കണോ. പ്രൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് OnePlus 15ന്റെ പ്രൈസ് വരുന്നത് 73,000 രൂപയാണ്. നമുക്ക് X9ന്റെ പ്രൈസ് വരുന്നത് 75,000 രൂപയാണ്. ഇത് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, നിങ്ങൾ ഏത് വാങ്ങിക്കണം അങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫൈൻഡ് X9 സീരീസ് എന്ന് പറയുന്നത്, എക്സ് സീരീസ് എന്ന് പറയുന്നത് ഫൈൻഡ് എക്സിൻ്റെ ഒരു ക്യാമറ സെൻട്രിക് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണത്തിലും ഏറ്റവും ബെസ്റ്റ് ക്യാമറാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈൻഡ് X9 തന്നെയാണ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്ച്വലി OnePlus കയറി അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് കമ്പാരിസൺ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചാനൽ കണ്ടിട്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലെ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ പറഞ്ഞു പോകാം. എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ഫൈൻഡ് X9 സീരീസിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 9500 വരുന്നത്. മറ്റേ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 Gen 5 വരുന്നത്. അപ്പോൾ OnePlus തന്നെയാണ് ബെറ്റർ. എന്ന് വെച്ചാൽ ഇതിനായിട്ടും പെർഫോമൻസ് വരുന്ന ഒരു പ്രൊസസ്സറാണ് 888 Gen 5. പിന്നെ നമുക്ക് OnePlusൽ നമുക്ക് 6.78 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്, 165 ഹെർട്സിൻ്റെ. മറ്റേ നമുക്ക് 6.59 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, 120 ഹെർട്സിൻ്റെ. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാമറ സെൻസറും 50 മെഗാ പിക്സൽ തന്നെയാണ്. പക്ഷേ നമുക്ക് ഒപ്പോയിൽ നമുക്ക് എക്സ്ട്രാ ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും വരുന്നുണ്ട് കേട്ടോ. ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ OnePlus ബെറ്റർ. 7300 ഉണ്ട്, 120 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. മറ്റേലാകുമ്പോൾ നമുക്ക് 7025 ഉള്ളൂ, 80 വാട്ടുള്ളൂ കേട്ടോ. പിന്നെ 12 GB 250, അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെ. കളർ നോക്കുകയാണെങ്കിലും OnePlusനെയാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഡോൾബി വിഷൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിക്സൽ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പോ ആണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ സൈസ് കുറവാണല്ലോ. പിന്നെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് നോക്കുമ്പോഴും നമുക്ക് ഒപ്പോ ആണ് ബെറ്റർ. 3600 വരെ പീക്ക് ബ്രൈറ്റ്നസ് ഇടുന്നുണ്ട്, മറ്റേ 1500 ഉള്ളൂ കേട്ടോ. പിന്നെ വെയിറ്റ് നോക്കുമ്പോഴും നമുക്ക് ഒപ്പോ ആണ് വെയിറ്റ് കുറവ്, 203 ഉള്ളൂ, മറ്റേ നമുക്ക് 211 വരുന്നുണ്ട്. പിന്നെ OnePlusന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ കോർണിംഗ് ഗ്ലാസ് വിക്ടസ് 2 ആണ്, മറ്റേ നമുക്ക് വെറും ക്ലാസ് 7 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വൺ ഷോക്കാണ്. അപ്പോൾ അതിൽ OnePlus തന്നെയാണ് ബെറ്റർ. അലുമിനിയം ഫ്രെയിം തന്നെയാണ്. നമുക്ക് പിന്നെ ടൈപ്പ് സി പോർട്ടും ഹൈ എൻഡ് തന്നെയാണ് വരുന്നത്. IP68 69 സപ്പോർട്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പ്രൊസസ്സറിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, OnePlus ആണ് ബെറ്റർ. പിന്നെ ഓക്സിജൻ വോയിസ് മറ്റേത് കളർ വോയിസ് ആണ് വരുന്നത്. 5 ഇയർ തന്നെയാണ് രണ്ടിലും നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത് കേട്ടോ. ക്യാമറ ആണെങ്കിലും നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ OnePlus ആണ് ബെറ്റർ. സെയിം 50 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ സെൻസറാണ് വരുന്നത്. പക്ഷേ ബാക്ക് ക്യാമറ നോക്കുമ്പോൾ ഒപ്പോ ആണ് ബെറ്റർ കേട്ടോ. പക്ഷേ സെൽഫി ക്യാമറ നോക്കുമ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കലി ഡിഫറൻസ് ഒന്നും ഇല്ല, അത് വേറെ കാര്യം. പിന്നെ OIS സപ്പോർട്ട് നമുക്ക് രണ്ടിലും വരുന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ബാറ്ററി കപ്പാസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, OnePlus തന്നെയാണ് ബെറ്റർ. പിന്നെ റാമിൻ്റെ കാര്യം വരുമ്പോഴും നമുക്ക് OnePlus തന്നെയാണ് ബെറ്റർ. നമുക്ക് DDRX 5X അൾട്രാ റാമാണ് വരുന്നത്, മറ്റേത് വെറും 5X റാം മാത്രമേ വരുന്നുള്ളൂ. ഡിഫറൻസ് ഒന്നും ഇല്ല. എന്നാലും Bluetooth 6 തന്നെയാണ് വരുന്നത്, Wi-Fi 7 തന്നെയാണ് വരുന്നത്. NFC സപ്പോർട്ട് വരുന്നുണ്ട്, eSIM സപ്പോർട്ട് വരുന്നുണ്ട്, അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. അതൊന്നും ഇഷ്യൂ ഒന്നും ഇല്ല, അതൊക്കെ സിമിലർ തന്നെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കുമ്പോൾ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും OnePlus തന്നെയാണ് കുറവ് വരുന്നത്. അത് മാത്രമല്ല നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് കൂടുതൽ വരുന്നത് OnePlus ആണ്. പക്ഷേ ക്യാമറ കമ്പാരിസൺ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒപ്പടിച്ച് കയറിപ്പോവും, അത് വേറെ കാര്യം. അപ്പോൾ ക്യാമറ സെൻട്രിക് മാത്രമായിട്ട് അല്ലെങ്കിൽ ക്യാമറ പ്രയോറിറ്റി ആയിട്ട് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൽ ആണെങ്കിൽ ഒപ്പോ ആണ് ബെറ്റർ കേട്ടോ. പിന്നെ പ്രോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനായിട്ട് ബെറ്റർ. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഒപ്പോൻ്റെ നമ്മുടെ ഫൈൻഡ് X9 Pro കേട്ടോ. അതിന് 1 ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ X300 Proൻ്റെ ഒക്കെ ആ റേഞ്ചിൽ വരും. അപ്പോൾ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് OnePlus 15 തന്നെയാണ്. രണ്ടുമായാലും ഓവർ പ്രൈസ്ഡാണ്, അത് വേറെ കാര്യം. എന്താ വെച്ചാൽ ചിപ്പുകൾക്ക് ഭയങ്കര പ്രൈസ് കൂടുതലാണ്, ഷോർട്ടേജ് ആണ്, കിട്ടാനില്ല. റാമിന് പ്രൈസ് കൂടി. അപ്പോൾ ഇതൊക്കെ ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഇനി വരാൻ പോകുന്ന ഫോണുകൾക്കും പ്രൈസ് കൂടാൻ പോകുക തന്നെയാണ്. സാംസങ്ങിൻ്റെ S26 ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന എല്ലാത്തിനും പ്രൈസ് കൂടും, അത് വേറെ കാര്യം. എന്താ വെച്ചാൽ സ്നാപ്ഡ്രാഗൻ്റെ 888 Gen 5 ഒക്കെ ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിയുണ്ട്. റാമിന് ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിയുണ്ട്. ഇപ്പോൾ സാംസങ് ഒക്കെ റാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ ഫോൺ ചിലവായില്ലെങ്കിലും അവർക്ക് ഇതുപോലെ അങ്ങനെ വേറെ സാധനങ്ങൾ ഇട്ടിട്ട് കാശ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതൊരു നമ്മൾ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് കമ്പയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. പുതിയ 2 ഫോണുകളാണല്ലോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.